ഈ സർക്കാർ ഗവർണർ പോര് BJP ഇതര സർക്കാരുകളെ സംബന്ധിച്ച് അക്കാര്യത്തിൽ യാതൊരു പുതുമയുമില്ല. നമ്മൾ തന്നെ കേരളത്തിൽ സർക്കാർ ഗവർണർ പോരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. കേരളത്തിനെ സംബന്ധിച്ച് കൃത്യമായ ഇടവേളകളിൽ തന്നെ ഈ ഏറ്റുമുട്ടൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നയപ്രഖ്യാപന സമയങ്ങളിൽ കേന്ദ്ര വിമർശനങ്ങൾ ഗവർണർ വായിക്കുമോ ഒഴിവാക്കുമോ എന്ന കൗതുകം എപ്പോഴും ഉണ്ടാകാറുണ്ട്. ആ ഒരു കൗതുകം ഇത്തവണത്തെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് നയപ്രഖ്യാപന പ്രസംഗം നടക്കുമ്പോൾ പക്ഷേ ആ കൗതുകത്തിനേക്കാളൊക്കെ അപ്പുറം അസാധാരണമായ ചില സംഭവങ്ങളാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നാടകീയമായ സംഭവങ്ങളാണ് ഇന്ന് സഭയിൽ ഉണ്ടായത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കി ഗവർണർ അത് വായിക്കുന്നു. അതേസമയം തന്നെ വളരെ അസാധാരണമായി ചില കാര്യങ്ങൾ ഗവർണർ കൂട്ടിച്ചേർത്ത് വായിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഇന്നുണ്ടായിട്ടുള്ള വളരെ അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യം എന്നത്. എന്താണ് ഗവർണർ ഒഴിവാക്കിയത്, എന്താണ് കൂട്ടിച്ചേർത്തത് എന്നത് ഒക്കെ നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഇന്ന് വളരെ സാധാരണമായാണ് ഇന്ന് സഭാ നടപടികൾ ആരംഭിച്ചത്. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നു. പക്ഷേ അതിനുശേഷമാണ് മുഖ്യമന്ത്രി എന്താണ് സഭയിൽ ഉണ്ടായത് എന്നത് ചൂണ്ടിക്കാട്ടുന്നത്. ആ ചൂണ്ടിക്കാട്ടലാണ് എന്താണ് ഈ നയപ്രഖ്യാപനത്തിൽ സംഭവിച്ചത് എന്നതിലേക്ക് വിരൽ ചൂണ്ടിയത്. അപ്പോൾ മുഖ്യമന്ത്രി ആദ്യം സഭയിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നതൊന്ന് കേൾക്കാം. ബഹുമാനപ്പെട്ട ഗവർണർ സഭയെ അഭിസംബോധന നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചില കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും വരുത്തിയിട്ടുള്ളത് അംഗങ്ങളുടെയും ചെയർമാന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12, 15, 16 എന്നിവയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗവർണർ സഭയെ അപ്പോൾ സാധാരണ എന്ന നിലയിൽ കണ്ട കാര്യങ്ങളാണ് 1 മണിക്കൂർ 52 മിനിറ്റുള്ള ഈ നയപ്രഖ്യാപന പ്രസംഗം കഴിയുമ്പോഴാണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളാണ് ഗവർണർ തന്റെ പ്രസംഗത്തിൽ നിന്ന് വെട്ടിയത്. മുഖ്യമന്ത്രി വെട്ടിയ ഭാഗങ്ങൾ പിന്നീട് സഭയിൽ വായിക്കുകയാണ് ചെയ്തത്. എന്തൊക്കെയാണ് ഗവർണർ ഒഴിവാക്കിയതെന്ന് നോക്കിയാൽ, ഇത്തരം സാമൂഹികവും സ്ഥാപനപരവുമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ഭരണഘടനാ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ തുടർച്ചയായ പ്രതികൂല നടപടികളുടെ ഭാഗമായി കേരളം ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം അത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വാചകമാണ് ഗവർണർ ഒഴിവാക്കിയത്.
മറ്റൊന്ന്, സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ്. ഈ വിഷയങ്ങളിൽ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അത് ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിരിക്കുകയുമാണ്. ഇതും ഗവർണർ ഒഴിവാക്കി. പിന്നീട് ഒരു ഭാഗം ഗവർണർ കൂട്ടിച്ചേർക്കുക കൂടി ചെയ്തു. നികുതി വിഹിതവും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുകളും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളാണെന്നും ഔദാര്യമല്ലെന്നും ഈ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ഏതൊരു സമ്മർദ്ദവും ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ്. ഈ വാചകം അതേ രീതിയിൽ വായിച്ചു, പക്ഷേ എന്റെ സർക്കാർ അങ്ങനെ കരുതുന്നു എന്നത് ഗവർണർ കൂട്ടിച്ചേർത്തു. ഇതാണ് സഭയിൽ ഉണ്ടായത്. ഇത് മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനത്തിൽ ഇല്ലാത്ത വാക്കുകളാണ്. അപ്പോൾ ഇല്ലാത്ത വാക്ക് ഗവർണർ കൂട്ടിച്ചേർത്തിരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ പിന്നീട് ഈ ഭാഗം സഭയിൽ വായിച്ചു. സർക്കാരിന്റെ നയപ്രഖ്യാപനമാണ് ഗവർണർ സഭയിൽ നടത്തേണ്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്കും സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും അനുസൃതമായി മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് നിലനിൽക്കുന്നതെന്നും മുഖ്യമന്ത്രി സഭയിൽ ചൂണ്ടിക്കാട്ടി. നയപ്രഖ്യാപനത്തിൽ ഗവർണർ ഒഴിവാക്കിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഇത് ഔദ്യോഗിക രേഖയായി അംഗീകരിക്കണമെന്ന പ്രമേയവും മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും അനുസൃതമായി മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് നിലനിൽക്കുന്നത്. അനുച്ഛേദം 176 പ്രകാരം ബഹുമാനപ്പെട്ട ഗവർണർ ഒരു വർഷത്തിലെ ആദ്യത്തെ സമ്മേളനം ചേരുമ്പോൾ നിയമസഭയെ അഭിസംബോധന ചെയ്യാറുണ്ട്. ഗവൺമെന്റ് നയപ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട ഗവർണർ സഭയിൽ നടത്തുന്നത് എന്നതിനാൽ മന്ത്രിസഭ അംഗീകരിച്ച 12, 15, 16 ഖണ്ഡികകൾ അതേപടി നിലനിൽക്കുന്നതാണ്. ഇക്കാര്യം സംബന്ധിച്ച് ചെയറിൽ നിന്നും നിരവധി തവണ റൂളിങ്ങുകളും ഉണ്ടായിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് ആധികാരികമായ നയപ്രഖ്യാപന പ്രസംഗമായി അംഗീകരിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു നിലപാട് സഭയിൽ പ്രഖ്യാപിച്ചപ്പോൾ പ്രതിപക്ഷവും ഗവർണറുടെ നടപടി തെറ്റെന്ന നിലപാടെടുത്ത് സർക്കാരിനൊപ്പം നിൽക്കുന്നതാണ് കണ്ടത്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം ഗവർണർ വായിക്കണമെന്ന കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. കൂട്ടിച്ചേർക്കാനോ ഒഴിവാക്കാനോ ഗവർണർക്ക് അവകാശമില്ല, ഇല്ലാത്ത അവകാശമാണ് ഗവർണർ ഉപയോഗിച്ചതെന്ന് സതീശൻ വിമർശിച്ചു. ഗവർണറുടെ നടപടിയെ വിമർശിച്ചെങ്കിലും പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ വെറുതെ വിടുന്നും ഉണ്ടായിരുന്നില്ല. ഗവർണർ ചെയ്തത് ശരിയല്ല, പക്ഷേ മുഖ്യമന്ത്രി ഈ വിഷയങ്ങളിൽ നാടകം കളിക്കുകയാണ് എന്ന ഒരു വിമർശനം കൂടി പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നു. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കേൾക്കാം. ഒന്നും ചെയ്യാൻ കഴിയാതെ വിവിധ രംഗങ്ങൾ, കേരളം നേട്ടമുണ്ടാക്കിയ വിവിധ രംഗങ്ങൾ എല്ലാത്തിനെയും തകർത്തിട്ടാണ് ഇത്രയും വലിയ ഒരു തെറ്റായ ഒരു ഗവേണൻസ്, തെറ്റായ വഴിയിലൂടെ പോയ ഒരു ഭരണം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കേരളം കണ്ട ഏറ്റവും മോശമായി പെർഫോം ചെയ്ത ഒരു ഗവൺമെന്റ് ആണ് എന്ന് ഇതിലെ ഈ അവകാശവാദങ്ങളും, ഞാൻ പറഞ്ഞ അർദ്ധസത്യങ്ങളും അവകാശവാദങ്ങളും മാത്രമാണിത്. ഈ ഡോക്യുമെന്റിന് ഒരു പ്രസക്തിയില്ല. പിന്നെ ഭരണഘടന അനുസരിച്ച് 175, 176 ആർട്ടിക്കിൾ അനുസരിച്ച് ക്യാബിനറ്റ് അംഗീകരിക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടത്. ഗവർണർ അത് ഡെലിബറേറ്റായി, മനഃപൂർവ്വമായി അത് വിട്ടുകളയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഗവർണർക്ക് അതിനുള്ള അധികാരമില്ല. സ്വന്തം കാര്യങ്ങൾ പറയാൻ ഉള്ള റോളല്ല ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. അതിനോട് ഗവൺമെന്റ് പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കുന്നു. പക്ഷെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത ഈ പ്രസംഗം ഇത് തെറ്റായ അവകാശവാദങ്ങളാണ് മുഴുവൻ ഉള്ളത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല. അപ്പോ ഗവർണറുടെ നടപടിക്ക് വിമർശനമുണ്ട്, പക്ഷേ സർക്കാരിന് പൂർണ്ണ പിന്തുണയില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അക്കാര്യങ്ങളിലുള്ള വിമർശനമാണ്. ഇതൊരു നാടകമാണ് നടന്നത് എന്ന ഒരു വിമർശനം കൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്തായാലും മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിക്കുകയും പ്രതിപക്ഷം ഉൾപ്പെടെ അതിനെ പിന്താങ്ങുകയും ചെയ്തതോടുകൂടി സ്പീക്കറും ഗവർണറുടെ നടപടിയെ വിമർശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഗവർണർ ഒഴിവാക്കിയ ഭാഗങ്ങൾ സഭ അംഗീകരിക്കുകയും ചെയ്തു. ഗവർണർ കൂട്ടിച്ചേർത്തതും ഒഴിവാക്കിയതും നിലനിൽക്കില്ലെന്ന് സ്പീക്കർ നിയമസഭയെ അറിയിക്കുകയും ചെയ്തു. നിയമസഭയെ ബഹുമാനപ്പെട്ട ഗവർണർ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തുന്നത് ഗവൺമെന്റ് വേണ്ടി ക്യാബിനറ്റ് അംഗീകരിച്ച പ്രസംഗമാണ്. അതിൽ നിന്ന് വിട്ടുപോകുന്നതോ വ്യതിചലിക്കുന്നതോ ആയിട്ടുള്ള പരാമർശങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതല്ല.
ഇത് കേരളത്തിന്റെ മാത്രം അവസ്ഥയില്ല, തമിഴ്നാട്ടിലും സമാനമായിരുന്നു സാഹചര്യം. തമിഴ്നാട് നിയമസഭയിലും നാടകീയ രംഗങ്ങൾ അരങ്ങേറി. നയപ്രഖ്യാപനം വായിക്കാതെ ഗവർണർ RN രവി നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് തമിഴ്നാട്ടിൽ കണ്ടത്. സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തമിഴ് ഗാനം ആലപിച്ച് ദേശീയഗാനത്തെ അപമാനിച്ചുവെന്ന് പറഞ്ഞാണ് അദ്ദേഹം നിയമസഭയിൽ നിന്ന് വിട്ടുനിന്നത്. തുടർന്ന് ഗവർണർ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തന്റെ മൈക്ക് ഇടയ്ക്കിടെ ഓഫായിരുന്നുവെന്നും ഗവർണർ ആരോപിക്കുന്നുണ്ട്. ഗവർണർ ഇറങ്ങിപ്പോയതിന് പിന്നാലെ ലോക് ഭവൻ വാർത്താക്കുറിപ്പും പുറത്തുവിട്ടു. തമിഴ്നാട്ടിൽ ഗവർണറുടെ മൈക്ക് ഇടയ്ക്കിടെ ഓഫാക്കിയെന്നും അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. നിയമസഭ ആരംഭിക്കുന്നതിന് മുൻപ് ദേശീയഗാനം ആലപിച്ചില്ല. നയപ്രഖ്യാപന പ്രസംഗത്തിൽ വസ്തുതാവിരുദ്ധമായ അവകാശവാദങ്ങൾ തുടങ്ങിയ ആരോപണങ്ങൾ ഉൾപ്പെടെ ഗവർണർ ഇറങ്ങിപ്പോയതിന് 13 കാരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ലോക് ഭവൻ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നതാണ് പിന്നീട് തമിഴ്നാട്ടിൽ കണ്ടത്. ഗവർണറുടെ നടപടി ഖേദകരമാണെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. ഗവർണർ തമിഴ്നാട് നിയമസഭയെ അവഹേളിച്ചുവെന്നും സർക്കാർ നൽകിയ പ്രസംഗം ഗവർണർ അംഗീകരിച്ചില്ല എന്നും സ്റ്റാലിൻ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യവുമുണ്ടായി. പിന്നാലെ നയപ്രഖ്യാപനത്തിന്റെ തമിഴ് പരിഭാഷ സ്പീക്കർ നിയമസഭയിൽ വായിച്ചു. നയപ്രഖ്യാപനം വായിച്ചതായുള്ള പ്രമേയം സഭ പാസാക്കുകയായിരുന്നു. ஆளுநரின் செயல் என்பது நூற்றாண்டு கால மரபையும் நீண்ட பாரம்பரியத்தையும் கொண்ட இந்த மக்கள் சபையை அதன் மாட்சிமையை அவமதிக்கும் செயலாகும் என்றே நான் கருதுகிறேன். 10/4/2023 அன்று இதே பேரவையில் நான் ஆற்றிய உரையின் ஒரு பகுதியை நான் இங்கே நினைவு கூற விரும்புகிறேன். ஆட்டுக்கு தாடியும் நாட்டுக்கு ஆளுநர் பதவியும் தேவையில்லை என்று பேரறிஞர் அண்ணா அவர்கள் கூறிய போதிலும், அதை முத்தமிழறிஞர் தலைவர் கலைஞர் அவர்கள் வழிமொழிந்த போதிலும், அந்த பதவி இருக்கும் வரை அதற்குரிய மரியாதையை கொடுக்க அவர்கள் முதலமைச்சர்களாக இருந்த நேரத்தில் தவறியதில்லை. அவர்களது வழியை பின்பற்றி நானும் அதிலிருந்து இம்மி அளவும் விலகியதில்லை. இந்த அரசும் தவறியதில்லை என்று அன்றைக்கு நான் எடுத்துரைத்தேன். அந்த கொள்கையொட்டியே நான் ஆளுநர் அவர்கள் உரை நிகழ்த்த வேண்டும் என்று நடவடிக்கை எடுக்க ஆணையிட்டேன். எனினும் மாண்புமிகு ஆளுநர் அவர்கள் ஏற்கனவே நடந்து கொண்டது போலவே மீண்டும் இன்று செயல்பட்டிருப்பது மிகவும் வருத்தத்திற்குரியது. தமிழ்நாடு சட்டமன்றம் 8.5 கோடி தமிழ் மக்களுடைய உணர்வுகளை பிரதிபலிக்கின்ற மாமன்றம். ஆளுநர் என்பவர் மாநில நலனில் அக்கறை கொண்டவராக, மக்கள் மேம்பாட்டில் ஆர்வம் கொண்டவராக. തമിഴ്നാട്ടിലെ സാഹചര്യങ്ങളാണ് സ്റ്റാലിൻ സഭയിൽ പറഞ്ഞതാണ് കേട്ടത്. അതിന് പിന്നാലെയായിരുന്നു ലോക് ഭവനിൽ നിന്നൊരു വിശദീകരണ കുറിപ്പ് തമിഴ്നാട്ടിൽ ഇറങ്ങിയത്. സമാനമായ നിലയിൽ കേരളത്തിലും ലോക് ഭവൻ ഒരു വിശദീകരണ കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അർദ്ധസത്യങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ലോക് ഭവന്റെ വിശദീകരണം. ഇപ്പോഴുണ്ടാകുന്ന ഈ വിവാദങ്ങളൊക്കെ അനാവശ്യമാണ് എന്ന ഒരു കാര്യം കൂടി ലോക് ഭവൻ ചൂണ്ടിക്കാട്ടുന്നു. തിരുത്താൻ പറഞ്ഞിട്ടും തിരുത്തിയില്ല. ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ അനാവശ്യമാണ് എന്നതാണ് ലോക് ഭവൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഗവർണർക്ക് യുക്തമെന്ന് തോന്നുന്ന ഭേദഗതികളോടെ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കി വായിക്കാമെന്ന് സർക്കാരിൽ നിന്ന് പ്രതികരണം ലഭിച്ചു എന്ന ഒരു കാര്യം കൂടി ലോക് ഭവൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിർദ്ദേശിച്ച ഭേദഗതികളോടെ പ്രസംഗം വീണ്ടും അയച്ചു തരാമെന്ന സൂചനയും നൽകിയിരുന്നു എന്ന കാര്യമാണ് ലോക് ഭവൻ അറിയിക്കുന്നത്. അതായത് സർക്കാരിന്റെ കൂടെ ഒരു സമ്മതപ്രകാരമാണ് ഈ തിരുത്തലുകൾ വരുത്തിയത് എന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ ലോക് ഭവൻ നൽകുന്നത്. കൂടുതൽ വിമർശനങ്ങളിലേക്കും ഈ ഒത്തുകളി എന്ന പ്രതിപക്ഷം ഇതിനോടകം ഉയർത്തിയിരിക്കുന്ന വിമർശനങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പാണ് എന്തായാലും ലോക് ഭവന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുള്ളത്. അത് വലിയ വിവാദങ്ങളിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ 3ാം തവണയാണ് ഗവർണർ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കേരളത്തിൽ ഇത്തവണയുണ്ടായത് ഒഴിവാക്കലും കൂട്ടിച്ചേർക്കലും എന്ന വളരെ അസാധാരണമായ സംഭവമാണ്. സർക്കാരിന്റെ നയപ്രഖ്യാപനമാണ് ഗവർണർമാർ സഭയിൽ നടത്തേണ്ടത്. അതാണ് ചട്ടം. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം വായിക്കുക എന്നതിൽ കവിഞ്ഞ ഉത്തരവാദിത്വം ഗവർണർമാർക്കില്ല എന്നിരിക്കെയാണ് ഗവർണർമാർ കേന്ദ്ര സർക്കാരിന്റെ താൽപര്യം സംരക്ഷിക്കാനുള്ള ഉപകരണമായി മാറുന്നത്. ഇതിന്റെ ആവർത്തനം ഉണ്ടാകുമ്പോഴും പിന്നോട്ടില്ല എന്നതിന്റെ ശക്തമായ സന്ദേശമാണ് പോർമുഖം തുറന്നുകൊണ്ട് കേരളവും തമിഴ്നാടും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.